ഏറ്റുമാനൂർ നഗരസഭ 2ാം വാർഡിൽ പൊയ്കപ്പുറം അംഗൻവാടിക്ക് സമീപം കോളനിയിൽ നിന്നും ശുചിമുറി മാലിന്യം എത്തുന്ന സെപ്റ്റിക് ടാങ്കിന്റെ ചോർച്ച പരിഹരിക്കണമെന്ന് ബിജെപി. അംഗൻവാടി കുട്ടികൾക്കും കോളനി നിവാസികൾക്കും ആരോഗ്യ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു. ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത് സംബന്ധിച്ച് i4U വാർത്ത ചെയ്തിരുന്നു. അംഗൻവാടിയുടെ സമീപമുള്ള ശുചിമുറി ടാങ്കിനാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഇതുമൂലം അംഗൻവാടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും പ്രദേശവാസികൾക്കും ദുരിതമായി മാറുകയാണ്. ഏറ്റുമാനൂർ നഗരസഭ 2ാം വാർഡ് പൊയ്കപ്പുറം രാജീവ് ഗാന്ധി കോളനിയിലെ 50 കുടുംബങ്ങളിലെ കക്കൂസ് മാലിന്യം എത്തുന്ന ടാങ്കാണ് ലീക്ക് ചെയ്തിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം അംഗൻവാടിയുടെ മുൻവശത്തെ റോഡിലൂടെ ഒഴുകുകയാണ്. മഴക്കാലത്താണ് മലിനജലം കൂടുതലും ഒഴുകുന്നത്. കോളനി നിവാസികളും അംഗൻവാടിയിലേക്ക് എത്തുന്ന കുരുന്നുകളും ജീവനക്കാരുമെല്ലാം മലിനജലത്തിൽ ചവിട്ടി നടക്കേണ്ട ഗതികേടിലാണ്. ഈ സാഹചര്യത്തിലാണ് ബിജെപി പ്രവർത്തകർ രംഗത്തെത്തിയത്. കോളനിയിലും അംഗൻവാടിയിലും ബിജെപി നേതാക്കളെത്തി പ്രശ്നങ്ങൾ ചോദിച്ച് ആരാഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊരു പരാതി അല്ലെങ്കിൽ ഒരാളുടെ നമുക്ക് വ്യക്തമായിട്ടൊരു ഇവിടുത്തെ അവസ്ഥ ഞങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിവിടെ വന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾ പഠിക്കുന്ന നമുക്കറിയാമല്ലോ, അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഒരു 2-2.5 വയസ്സ് കഴിയുമ്പോൾ ഉള്ള പിള്ളേരാണ്. ആദ്യം നമ്മൾ വീട്ടിലെ അമ്മമാരുടെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സംരക്ഷണമായ നമുക്ക് അംഗൻവാടിയിലാണ് വേണം നമ്മളെ കുരുന്നുകളെ കൊണ്ടാക്കുന്നത്. അവരെ പഠിക്കുന്ന അവർ വന്നിരിക്കുന്ന ഒരു സ്ഥലം കക്കൂസ് മാലിന്യത്തിൻ്റെ നടുക്ക്. അത് കണ്ടപ്പോൾ നമ്മുടെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഏറ്റുമാനൂർ നമ്മുടെ ഈ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് തന്നെ വളരെ നാണക്കേടായ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കാടും പിടിച്ച് അവർ പറയുന്ന ഇതിൽ പാമ്പുകൾ ഇഴഞ്ഞു വരുന്നുണ്ട്, പട്ടികൾ ഒറ്റപ്പുറത്ത് ചത്ത് കിടക്കുന്നു, അങ്ങനെ പലതും നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇത്ര മോശമായ അവസ്ഥ ഏറ്റുമാനൂരിലുണ്ടെന്ന് ഈ നഗരസഭയിലെ ഇവർക്കൊന്നും ഇതുവരെ മനസ്സിലാകാഞ്ഞിട്ട് ഇവർ ചെയ്യാത്തതല്ല. സത്യത്തിൽ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ലജ്ജ തോന്നുന്നു. നമ്മുടെ ഈ ഏറ്റുമാനൂർ നഗരസഭയെ കുറിച്ച് തോന്നുന്നു. നമുക്കറിയാം, നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും വൃത്തിഹീനമായ ഒരു അംഗൻവാടി നിലനിൽക്കുന്ന നഗരസഭയ്ക്ക് ഈ അവാർഡ് കിട്ടിയത് ഇവിടുന്ന് പോയ വ്യാജമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജമായ റിപ്പോർട്ട് കൊടുത്ത് മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അവാർഡ് മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ നഗരസഭ ഭരിക്കുന്ന UDFൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട ഒരു ചെയ്തികളാണ് ഇവിടെ കണ്ടുവരുന്നത്. വെച്ചാൽ ഈ അവാർഡ് നമുക്കറിയാം, ഇങ്ങനൊരു സ്വച്ഛ് ഭാരത് അവാർഡ് കിട്ടുന്ന പറഞ്ഞൊരു ഏറ്റവും നല്ല നഗരസഭയ്ക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. അത് ഏറ്റുമാനൂർ നഗരസഭ മേടിച്ചാൽ തന്നെ ഇങ്ങനത്തെയുള്ള അംഗൻവാടികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവിടെ. ആ സത്യം നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല. ഈ കോളനി പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നല്ലാതെ മറ്റുള്ളവർ അറിയുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലാണ് ഇത്തരമൊരു കാഴ്ച. സ്വച്ഛ ഭാരത് അവാർഡ് നേടിയ ഏറ്റുമാനൂർ നഗരസഭയിൽ നടക്കുന്നത് അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയാണെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ ബിജെപി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ബിജെപി നേതാക്കളായ സാബു മാടപ്പാട്, TR രാജേഷ്, പ്രശാന്ത് നരിക്കുഴി, അനിൽകുമാർ തവളക്കുഴി എന്നിവർ പറഞ്ഞു. ഞങ്ങളിത് ഈ വഴി പോകാൻ വേണ്ടി വന്നപ്പോൾ ഈ ചേട്ടനാന്ന് പറഞ്ഞു വന്നിട്ട് സംഭവം ഉണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഒത്തിരി ഒരുപാട് പരാതി കൊടുത്തിട്ട് അതിനെപ്പറ്റി യാതൊരു തീരുമാനം ഉണ്ടായി. ഞങ്ങൾക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഈ വഴി വന്ന് കണ്ടത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഇത്രയും ഇവിടെ കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന സ്ഥലത്ത് ഇത്രയും ഒരു വൃത്തിഹീനമായ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടപ്പോൾ തന്നെ വിഷമമായി പോയി. അതിന് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു ഇത് 2-3 ചാനലുകാർ വന്നിട്ട് ഇതിൻ്റെ പരാതിയൊക്കെ ഞങ്ങൾ 2-3 പേരിലെ പരാതി ഞങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റി കൊടുത്ത് ഇതുവരെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളും ഇവിടുത്തെ കൗൺസിലർമാർ വന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ആ ടീച്ചറിൻ്റെ പരാതി കൊടുത്തതിൻ്റെ രേഖകളൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നാട്ടുകാരോട് വിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ പോയത്. എന്താവശ്യമാണ് ടീച്ചർ പറഞ്ഞു, എന്താവശ്യമാണ് എൻ്റെ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അത് വളരെ മോശമായ ഒരു അവസ്ഥയായിപ്പോയി. ഇത് അവിടെ ഒരു പട്ടി കത്ത് കിടക്കുന്ന, അതിൻ്റെ അപ്പുറത്ത് വേസ്റ്റ് കിടക്കുന്ന ഒരു എന്താ പറയേണ്ട ഒരു അക്ഷരധാരിയുള്ള സ്ഥലമല്ലേ അത്. നമ്മളൊരു മലയാളികൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. പ്രദേശമാകെ കാടും പള്ളയും കയറിയതോടെ ഇഴജന്തുക്കളുടെയും ശല്യം രൂക്ഷമായി. തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. i4U ന്യൂസ്, ഏറ്റുമാനൂർ.